നേരത്തെയും പല പൊട്ടത്തരങ്ങളും വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരാളാണ് മുൻ DGP അലക്സാണ്ടർ ജേക്കബ് IPS. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ജന്മത്തിൽ താൻ അമ്പലപ്പുഴ രാജാവിന്റെ മന്ത്രിയായിരുന്നു എന്നാണ്. പുനർജന്മത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം ഉണ്ടായത്. 100 വർഷങ്ങൾക്ക് മുമ്പ് ഭൃഗുമുനി തന്റെ പൂർവ്വകാലവും വരുംകാലവും എഴുതി വെച്ചിരുന്നുവെന്നും അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ ജന്മത്തിലും സംഭവിച്ചുവെന്നും അദ്ദേഹം പറയും. രാജാവിനെ ധിക്കരിച്ചതിനെ തുടർന്ന് കുളത്തിൽ മുക്കി തന്നെ കൊലപ്പെടുത്തിയതാണെന്നും ഈ ജന്മത്തിലും രാമേന്ദ്രൻ രാജാവിന്റെ മന്ത്രിയാകുമെന്ന് പ്രവചിച്ച് സത്യമായെന്നും അദ്ദേഹം പറയും. താൻ IPS നേടുമെന്നും ഗവർണറുടെ ADC ആയി നിയമിക്കപ്പെടുമെന്നും എല്ലാം ഭൃഗുമുനി എഴുതിയ പുസ്തകത്തിൽ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ഞാൻ 1980-ൽ മാരിവാനസ് കോളേജിൽ ലെക്ചറായിരുന്നു. അവിടെ നിന്ന് ഞാൻ എൻ്റെ മുത്തച്ഛൻ്റെ സഹോദരിയുടെ വീട്ടിൽ പോയി. പുനർജന്മം കണ്ടെത്തുന്ന സംവിധാനമുണ്ടെന്ന് അവിടെ ചർച്ച വന്നു. എനിക്ക് പക്ഷേ ഈ ജാതകം എന്നിവയിൽ ഒന്നും തീരെ വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ ഞാൻ ആ സ്ഥലത്ത് പോയി. അന്ന് ശ്രീധര പണിക്കർ എന്ന ആളാണ് അവിടെ ഉള്ളത്. ഞാൻ ആരാണെന്നോ എവിടെ നിന്നാണെന്നോ ഒന്നും അദ്ദേഹം ചോദിച്ചില്ല. പക്ഷേ ശ്രീധര പണിക്കർ ഇറങ്ങി വന്ന് വാതിൽ തുറന്നിട്ട് ചോദിച്ചു, തെക്കിൽ നിന്ന് വരികയാണല്ലേ, ഗുരുക്കന്മാരെ ബഹുമാനിക്കണം, കയറി ഇരിക്കാൻ എന്നോട് പറഞ്ഞു. ഞാനൊന്നും പറയാതെ തെക്ക് നാട്ടിൽ നിന്നാണ് വരുന്നത്, കോളേജ് ലെക്ചറാണെന്നൊക്കെ അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ രാശിപ്പലകയിൽ ഒരു നാണയം ഞാൻ വെച്ചു. അതിനുശേഷം അദ്ദേഹം ഭൃഗുസംഹിത തുറന്നു. 4500 വർഷം മുമ്പ് ജീവിച്ച ആളാണ് ഭൃഗുമുനി. അദ്ദേഹം സംസ്കൃതത്തിൽ ഒരു സംഹിത എഴുതി ഹിമാലയത്തിലെ സന്യാസിമാർക്ക് കൊടുത്തിരുന്നു. അവർ അത് 100 വർഷങ്ങൾക്ക് മുമ്പ് പ്രിന്റ് ചെയ്തു. അത് ഇന്ത്യയിലെ പല ഭാഗത്തുള്ള ആളുകൾക്ക് അവർ കൊടുത്തയച്ചു. അതിലെ എന്റെ ഭാഗം തുറന്ന് നോക്കിയിട്ട് ഞാൻ വന്ന സ്ഥലത്തെക്കുറിച്ചും അവിടെ ഉള്ളവരെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു. അങ്ങ് കഴിഞ്ഞ ജന്മത്തിൽ അമ്പലപ്പുഴ രാജാവിന്റെ മന്ത്രിയായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു. രാജാവിനെ ധിക്കരിച്ചു. അതിനെ തുടർന്ന് രാജാവ് അങ്ങയെ കുളത്തിൽ മുക്കി കൊന്ന ശേഷം ശരീരം അച്ചൻകോവിലാറ്റിൽ എറിഞ്ഞു കളഞ്ഞു. അതുകൊണ്ട് ഈ ജന്മം താങ്കൾ 6-ന്റെ അങ്ങേക്കരയിൽ ജനിക്കും. അതിനുശേഷമുള്ള ഈ ജന്മത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അതേ കാലം ടീച്ചറായി ഇരിക്കാൻ കഴിയില്ല, IAS പരീക്ഷ എഴുതണമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. തലയിൽ കിരീടമുള്ള IPS ജോലി കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഞാൻ വെറുതെ പോയി പരീക്ഷ എഴുതി നോക്കി, എനിക്ക് IPS കിട്ടി. കഴിഞ്ഞ ജന്മത്തിൽ കൊല്ലപ്പെടുന്നതിന് മുമ്പ് എനിക്കൊരു സ്ത്രീയുമായി പ്രേമം ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ കൊല്ലപ്പെട്ടപ്പോൾ ആ സ്ത്രീ ആറ്റിൽ ചാടി മരിച്ചു. ആ സ്ത്രീ വീണ്ടും അങ്ങയുടെ ഭാര്യയാകാൻ ഈ ജന്മത്തിൽ ജനിച്ചിട്ടുണ്ട്. കൊല്ലരാജ്യത്ത് പോയി അങ്ങ് ആ സ്ത്രീയെ വിവാഹം കഴിക്കണമെന്നും പ്രകാശത്തിന്റെ പേരായിരിക്കും ആ പെൺകുട്ടിക്കെന്നും അദ്ദേഹം പറഞ്ഞു. കല്യാണം കഴിക്കേണ്ട സമയത്ത് ഞാൻ അമ്മയോട് ഒരു കണ്ടീഷൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് ഉള്ള പെൺകുട്ടിയെ ആലോചിച്ചാൽ മതി. എന്റെ ഭാര്യയുടെ വീട് കൊല്ലത്താണ്. അവൾക്ക് BA-ക്കും MA-ക്കും ഫസ്റ്റ് റാങ്കും ഉണ്ടായിരുന്നു. അവളുടെ പേര് എലിസബത്ത് എന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ വിവാഹം കഴിഞ്ഞ് അവളുടെ വീട്ടിൽ പോയപ്പോഴാണ് പ്രഭ എന്നവളെ വിളിക്കുന്നത് കേട്ടത്. അപ്പോഴാണ് ഞാൻ ഓർത്തത് പ്രകാശത്തിന്റെ പര്യായം പ്രഭ എന്ന്. അതും പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ എന്നെ കൊലപ്പെടുത്തിയ രാജാവിന്റെ പേര് രാമേന്ദ്രൻ എന്നായിരുന്നു. ഇനിയും കേരളം ഒരു രാമേന്ദ്രൻ ഭരിക്കും. അന്നും അദ്ദേഹത്തിന്റെ മന്ത്രിയായി പോകേണ്ടി വരുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. എന്നാൽ 10 മാസം ആ രാജാവുമായി വഴക്കിന് പോകരുത് എന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞു. 1982-ൽ P. രാമേന്ദ്രൻ കേരള ഗവർണറായി വന്നു. 86-ൽ ഞാൻ അദ്ദേഹത്തിന്റെ ADC ആയിട്ട് അല്ലെങ്കിൽ മന്ത്രിയായി രാജ്ഭവനിൽ ചെന്നു. ഗവർണർ എന്ത് പറഞ്ഞാലും ഞാൻ അതിന് എതിര് പറഞ്ഞില്ല. കാരണം 10 മാസം ഒന്നും പറയരുത് എന്നാണ് ജോത്സ്യൻ പറഞ്ഞത്. ഇതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ തള്ള്. കുറച്ച് വർഷം മുന്നേ ഇദ്ദേഹത്തിന്റെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി കഥകൾ ആളുകൾ പൊളിച്ച് കയ്യിൽ കൊടുത്തിരുന്നു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ കിഴക്ക് ദിശയിലേക്ക് നോക്കിയിരുന്ന് പഠിച്ച വിദ്യാർത്ഥികൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയെന്നാണ് അലക്സാണ്ടർ ജേക്കബ് അന്ന് പറഞ്ഞത്. ഈ വാദം പൊളിച്ചടക്കിയത് 12ാം ക്ലാസ്സുകാരനായ അഭിറാം അരുണാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ വൃത്താകൃതിയിൽ ഒരു ഹോസ്റ്റൽ പണിയുകയും അതിൽ പല ദിശകളിൽ കുട്ടികൾ ഇരുന്ന് പഠിക്കുകയും ചെയ്തു. എന്നാൽ പരീക്ഷ കഴിഞ്ഞ് ഫലം വന്നപ്പോൾ കിഴക്ക് ദിശയിലേക്ക് നോക്കിയിരുന്ന് പഠിച്ച വിദ്യാർത്ഥികൾക്ക് മറ്റു ദിശകളിലേക്ക് നോക്കിയിരുന്ന് പഠിച്ചവരെക്കാൾ കൂടുതൽ മാർക്ക് ലഭിക്കുകയും മറ്റുള്ളവർക്ക് മാർക്ക് വളരെ കുറയുകയും ചെയ്തു. അതിനുശേഷം ഹാർവാർഡിലെ മറ്റ് ദിശകളിലേക്ക് നോക്കുന്ന എല്ലാ കെട്ടിടങ്ങളും പൊളിക്കുകയും കിഴക്ക് ഭാഗത്തും മുഖം വരുന്ന രീതിയിൽ എല്ലാം പുതുക്കി പണിയുകയും ചെയ്തു. ഇതായിരുന്നു DGP അന്ന് പറഞ്ഞു. ശാസ്ത്രകേരളം മാഗസിനിൽ ഒരു ഹാർവാർഡ് അപാരത എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനത്തിലാണ് അഭിറാം DGPയുടെ വാദത്തെ പൊളിച്ചെടുക്കുന്നത്. അഭിറാമും സുഹൃത്തായ ഉസ്മാൻ അഹമ്മദും ചേർന്ന് മുൻ DGP പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം അന്വേഷിക്കുകയായിരുന്നു. ഗൂഗിളിലും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലും അവർ തെരഞ്ഞു നോക്കി. ഒടുവിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ചരിത്ര വിഭാഗത്തിന്റെ ഇമെയിൽ അവർ സംഘടിപ്പിച്ചു. അതിലേക്ക് അവർ ഒരു കത്തയച്ചു. മുൻ DGP പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുത ഉണ്ടോ എന്നാണ് അവർ അന്വേഷിച്ചത്. പിറ്റേ ദിവസം തന്നെ ഹാർവാർഡിൽ നിന്ന് അഭിറാമിന് മറുപടി കിട്ടി. അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞതുപോലൊരു പഠനം യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടേ ഇല്ലെന്ന് ഹാർവാർഡ് വ്യക്തമാക്കി. വൃത്ത ആകൃതിയിലുള്ള ഒരു ഹോസ്റ്റലും ഹാർവാർഡിൽ ഇല്ല. ഹാർവാർഡിൽ എല്ലാ ദിശകളിലേക്കും മുഖമുള്ള കെട്ടിടങ്ങളുണ്ട്. അതിലെല്ലാം വിദ്യാർത്ഥികൾ പഠിക്കുന്നുമുണ്ട്. പഴക്കം ചെന്നാലും കെട്ടിടങ്ങൾ സംരക്ഷിക്കുന്നതല്ലാതെ പൊളിച്ച് കളയുന്ന രീതി അവിടെ ഇല്ലെന്നും യൂണിവേഴ്സിറ്റി വ്യക്തമായി പറഞ്ഞു. ഇക്കാര്യങ്ങൾ വിശദീകരിച്ച് ശാസ്ത്ര സാഹിത്യ വർഷത്തിന്റെ ശാസ്ത്രകേരളം മാസികയിലാണ് കുറിപ്പ് എഴുതിയത്. അഭിറാമിനെ അഭിനന്ദിച്ചും അലക്സാണ്ടർ ജേക്കബിനെ തിരുത്തിയും നിരവധി പേർ അന്ന് രംഗത്ത് വന്നിരുന്നു. നമ്മൾ ഇപ്പോഴും വ്യാജ വാർത്തകളുടെയും കള്ളക്കഥകളുടെയും ലോകത്താണ് ജീവിക്കുന്നത്. ഇത്തരം വ്യാജ കഥകൾ ലോക പുരോഗതിക്ക് തടസ്സവുമാണ്. 2021-ലെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം മറിയ റീസ എന്ന മാധ്യമപ്രവർത്തകർക്ക് ലഭിച്ചത് വ്യാജ വാർത്തകൾക്കെതിരെ അവർ നടത്തിയ പോരാട്ടത്തിനായിരുന്നു. അതുകൊണ്ട് യുക്തിബോധം എപ്പോഴും സൂക്ഷിക്കുക. പല ഉയർന്ന ബിരുദങ്ങളുള്ള പലരും പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയും. അതെല്ലാം കേൾക്കാതെ ശ്രദ്ധിക്കാതെ തള്ളിക്കളയുക.